നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രണ്ട് ടൈപ്പ് സാരി കാണിക്കാം. ഒന്ന് ഒരു ചന്ദേരി സിൽക്കിൽ ചിക്കൻ കാരി വർക്ക് വരുന്ന ഒരു സാരി, ഒന്ന് നമ്മുടെ സെമി ടസർ സാരി, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി ടസർ സാരി. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ചന്ദേരി സിൽക്കാണ്, ഡിജിറ്റൽ പ്രിൻ്റാണ്, ചിക്കൻ കാരി വർക്കാണ്, എല്ലാം കൂടെ കൂടി ചേർന്ന് സമ്മേളിച്ച ഒരു സംഭവം. ഇപ്പം ഈ ഡിജിറ്റൽ പ്രിൻ്റ് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു എടുപ്പാണ് സാരി. ഫ്ലോറൽ പ്രിൻ്റ് ഡിജിറ്റൽ. ഇതാണ് സാരിയുടെ ബോർഡർ വരുന്നത്. ഇങ്ങനെ ചിക്കൻ കാരിയുടെ നല്ല എംബ്രോയ്ഡറി ചെയ്തിരിക്കുക. ഉണ്ടോ ഇങ്ങനെ ഇത് മുന്താണി ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. ബോഡി വരുമ്പോൾ ഇത് ഇങ്ങനെ നല്ല എടുത്ത് നിൽക്കുന്ന നല്ല ഒരു വൃത്തിയും ഭംഗിയും ഒക്കെ തോന്നിക്കും ആ ഒരു ചിക്കൻ കാരിക്കും ഇതിനും എല്ലാം കൂടെ. ഇനി ബ്ലൗസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ്. ഇങ്ങനെ ചെറിയ പ്രിൻ്റ്, ആ സെയിം തന്നെ ചെറിയ പ്രിൻ്റ് വരുന്ന ബ്ലൗസ്. കണ്ടോ, ഇപ്പം ലൈറ്റ് യെല്ലോയുടെ ഒരു ഷെയ്ഡ്, ഗോൾഡൻ, ഭയങ്കര ഗോൾഡൻ അല്ല, ഒരു ലൈറ്റ് ഷെയ്ഡ്. എന്നിട്ട് ലൈറ്റിൽ ഈ ഒരു ഡാർക്ക് ഈ റെഡ് വരുമ്പോൾ നല്ല ഭംഗിയാണ്. അതിൻ്റെ തന്നെ ബ്ലൗസ് ഇടാതെ ഈ റെഡ് ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്. അതിന് ചേരുന്ന മെറ്റീരിയലിലുള്ള ബ്ലൗസ് എടുക്കണമെന്നേ ഉള്ളൂ. ചന്തേരിയുടെ മെറ്റീരിയലോ അല്ലെങ്കിൽ സ്ലബ് സിൽക്കോ കോട്ടൺ സിൽക്കോ ഒക്കെ എടുക്കുകയാണെന്നല്ല, ഇത്രേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ ആ ഹൈലൈറ്റ് എന്ന് പറയുന്ന മുഴുവൻ ഈ ഒരു വർക്കാണ്, ചിക്കൻ വർക്കാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതിൻ്റെ അടുത്ത കളർ ഷെയ്ഡ് ഇത് ബ്ലൂ, പൗഡർ ബ്ലൂ. കണ്ടോ, ഇതിങ്ങനെ ബോർഡർ മുന്താണി ബോർഡറും. പിന്നെ വിത്തൽ ഇത് കണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ ഒരു തേര് പോലെ ഇങ്ങനെ ഒരു ചെറിയ ഒരു സംഭവം ഉണ്ട്. ഇങ്ങനെ എന്നു പറയുന്നത് നമ്മൾ ഇങ്ങനെ പറയുന്നത് ഇത് ഇതിന് പറയുന്ന പേരെന്തോ, തേരെന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത്. അതാണ് ഇങ്ങനെ ഈ അതിൻ്റെ കളറാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പം ചിലരോർക്കും അയ്യോ ഇതെന്തുവാ, ഇത് പഴയ അങ്ങനെയാണോ എന്ന്. അത് അതിൻ്റെ ആ തേര് വന്നിരിക്കുന്നത് കേട്ടോ. ഈ നമ്മൾ ചെറിയ സെറി, ഗോൾഡൻ സെറി വരികയല്ലേ എന്ന് പറഞ്ഞ പോലെ, ഗോൾഡൻ സെറി അല്ല ഇത് അങ്ങനെ ഒരു തേര് പോലെ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് വന്നേക്കുന്ന എല്ലാ സാരിയിലും ഉണ്ട്, ഞങ്ങൾ പരിശോധിച്ചതാണ്. ഇതിൻ്റെ പുറം ഇങ്ങനെയാണ്, അകം വരുമ്പോഴാണ് ഇങ്ങനെ വേറൊരു കളറിൽ ഇരിക്കുന്നത്. ഇനി അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതേ ഞാൻ ബ്ലൗസ് കൂടെ കാണിക്കാം. സെയിം ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ബ്ലൗസ്. അടുത്തത് പീച്ച്. ഈ ദിവസങ്ങളിലെല്ലാം കാണിക്കുന്നതിനകത്ത് പീച്ച് കളറുണ്ട്. എനിക്കെന്നാൽ വലിയ പീച്ച് പേഴ്സണൽ ഫേവററ്റ് ഒന്നുമല്ല, പക്ഷേ ഇഷ്ടമുള്ള ഒത്തിരി ധാരാളം ആൾക്കാരുണ്ട്. എല്ലാ കളറിനും അതിൻ്റേതായ ഒരു ഭംഗിയല്ലേ. ഇത് പീച്ചാണോ റോസാണോ? റോസാ അല്ലേ, റോസ് കളറാണോ എനിക്ക് തോന്നുന്നത്. ലൈറ്റ് റോസ് ഇല്ലേ, ലൈറ്റ് റോസ് കളറാണ്, പീച്ചല്ല. എന്നിട്ട് ഇത്ര ചിരിക്കാൻ തന്നെ ഇരിക്കുന്നതെന്നാണ് ഓർക്കുന്നുണ്ടോ? എന്തിനാ അങ്ങനെയൊക്കെ ഓർക്കാൻ പോന്നേ? എൻ്റെ ദൈവമേ, അത്രേ ഉള്ളൂ കേട്ടോ, ആ സാരി അത്രേ ഉള്ളേ. ഇനി നമ്മുടെ സെമി ടസർ കാണിക്കാം. ഇങ്ങനത്തെ സെമി ടസറിൻ്റെ മോഡലൊക്കെ ഞാൻ ഒത്തിരി കാണിച്ചിട്ടുണ്ട്. എന്നാലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് വരുമ്പോൾ കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് കാണിക്കണ്ടേ. ഈ ഒരു ഇങ്ങനെ ലൈൻസ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് ഉള്ളത് ഭയങ്കര ആവശ്യക്കാരാണ് ഇതിന്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണുമ്പോൾ അങ്ങ് എപ്പോഴാണേലും അങ്ങ് പർച്ചേസ് ചെയ്തേക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ പീച്ചിൻ്റെ നല്ല ഡാർക്ക് ഒരു ഷെയ്ഡാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ കണ്ടോ വീവിങ്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ വീവിങ്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ ഗ്ലാസ് കോട്ട അല്ലെ നെറ്റ് കോട്ടയുടെ വരുന്ന പോലത്തെ ഒരു വീവിങ് ആണ്. ഈ നടുക്കൂടെ പോകുന്ന അതിന് ആ ഒരു വൈറ്റ് ഷെയ്ഡിന്, ബാക്കിയുള്ളിടത്ത് അങ്ങനെയല്ല, അങ്ങനെ ഒരു ഇത് കണ്ടോ, വലയിട്ട പോലെ അത്രയും ഭാഗം മാത്രം. അങ്ങനെ ഒരു നല്ലൊരു
നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ ലൈൻസ് ഉള്ള സാരി ഭയങ്കര നല്ലൊരു ലുക്കാണ്. ഉടുത്തു കഴിഞ്ഞാലും നല്ലൊരു ലുക്കാണ്. നല്ല ഒതുങ്ങിയിരിക്കും, മെലിച്ചിലൊക്കെ തോന്നിക്കും. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ ടസറിൻ്റെ നല്ല സ്റ്റഫായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. ഈ റേറ്റിന് വളരെ നല്ല സാരി, വളരെ നല്ല സാരി. അടുത്തത് കോഫി ബ്രൗൺ. അത് തന്നെ സെയിമാണ്, ബാക്കിയെല്ലാം സെയിമാണ്. ഇങ്ങനെ ഇതുണ്ടോ ആ സ്റ്റഫ്, അത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഈ ഗ്ലാസ് കോട്ടാക്കി വന്നിരിക്കുന്ന പോലെ ഒരു ഇഴ ഇട്ടിരിക്കുക. അത് നല്ലൊരു ഭംഗിയാണ്, അതൊരു എടുപ്പ് കിട്ടുന്നുണ്ട് സാരി. മുന്താണി ഇത്, ബ്ലൗസ് അതിൻ്റെ തന്നെ പ്ലെയിൻ, മുന്താണിയുടെ സെയിം കളറ് പ്ലെയിൻ. കണ്ടോ, ഇതൊക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുന്നേ വന്ന സാരിയാണെന്നറിയോ. ഊഴം കാത്ത് 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 കിടക്കുമായിരുന്നു. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്, ദാസാന്ന് പറഞ്ഞ പോലെ അല്ലേ. സമയം വരുന്ന ഓരോ സമയത്ത് നമ്മളും ഇങ്ങനെ ഓരോന്ന് എന്തേലും വെയിറ്റ് ചെയ്തിരുന്നെന്ന് പറഞ്ഞാലും, നമ്മൾ എന്തേലും ബഹളം വെച്ചെന്ന് പറഞ്ഞാലും ദൈവം തമ്പുരാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് നടക്കേണ്ടതൊക്കെ നടക്കും. ഒന്നും കൂടുതൽ വേവലാതിപ്പെടാനൊന്നും പോണ്ടാരും. എന്നെ ഓർത്തിട്ടാണ് പറയുന്നതെന്നറിയാവോ. ചുമ്മാ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും എന്നത്തിനേലും വേവലാതി കാണുമല്ലോ, മനുഷ്യരല്ലേ. പിസ്ത ഗ്രീൻ മുന്താണി. പിസ്ത ഗ്രീൻ എന്ന് പറഞ്ഞാൽ തനി പിസ്ത ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ നടുക്കൂടെ പോകുന്ന ആ ലൈൻസിൻ്റെ അവിടെയാണ് കറക്റ്റ്. ഇതിൻ്റെ ഡാർക്കാണേ. തനി പിസ്ത ഗ്രീൻ എന്ന് ഞാൻ പറയത്തില്ല കേട്ടോ, ഡാർക്ക്. അതിൻ്റെ ബ്ലൗസ് ഇത് പ്ലെയിൻ. അപ്പം എനിക്ക് മൊത്തം കൺഫ്യൂഷൻ ആവുകയാണല്ലോ. ഇത് പർപ്പിളാണോ ഇത് പർപ്പിളാണോ? ബെസ്റ്റ് ടീംസിനോടാണ് ചോദിക്കുന്നത്. ഇത് വാടാമുല്ല കളറല്ലേ, അല്ലേ? ആണോ? ഉത്തരം പറയാത്തവരോട് ചോദിക്കാം. ഉത്തരം പറയും. അവിടെ ഇരുന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കാനും പറ്റത്തില്ല. വാടാമുല്ല ഷെയ്ഡാട്ടോ. ബീട്രൂട്ടിൻ്റെയൊക്കെ ആ പർപ്പിള് അത് തന്നെ ഷെയ്ഡ്. എന്താണ് ഇങ്ങനെ എല്ലാ കളറും നല്ലതാണ്. ഏത് കളറ് നമ്മുടെ ഫേവററ്റ് കളറ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കളറായി പോകത്തില്ലേ എല്ലാ ഡ്രസ്സും. അപ്പോൾ ഫേവററ്റ് അല്ലാതെ ഇല്ലാത്ത കളറ് മാറി പിടിച്ച് നോക്കിക്കോ. പിന്നെ അതില്ലെങ്കിൽ അടുത്ത് എടുക്കുക. വയലറ്റ് ഇഷ്ടം പോലെ കളറാണല്ലോ. ബ്ലൗസ് ഓരോ തവണയും കാണിക്കണം. നല്ല നീറ്റായിട്ട് ഉടുത്തായിരിക്കും കേട്ടോ. ഉടുത്തുകൊണ്ട് നടക്കാനോ ഹാൻഡിൽ ചെയ്യാനോ ഒന്നും ഒരു പാടുമില്ല. നമ്മുടെ ബോഡിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. നല്ല വൃത്തിക്ക് ഉടുക്കാനും പറ്റും. കാരണം അതിൻ്റെ സ്റ്റഫെ തൊടുമ്പോഴേ നമുക്കറിയാം. രണ്ടാമത് ബ്ലൗസൊക്കെ ആണെങ്കിലും തയ്ക്കാനൊക്കെ നല്ല വൃത്തിക്ക് തയ്ച്ചും കിട്ടും. ചില തുണികളുടെ ഉണ്ട് തയ്ക്കുന്നതിൻ്റെ മാത്രമില്ല. തുണി പിടിച്ചാൽ കിട്ടിയാലത്താണെങ്കിൽ ചിലപ്പോൾ തയ്ച്ചാൽ ശരിയാകാതെ ഇരിക്കും. നേവി ബ്ലൂ മുന്താണി, ബ്ലൗസ് പ്ലെയിൻ നേവി ബ്ലൂ. വേറെ ബ്ലൗസ് ഇടാതെ ആ ബ്ലൗസ് തന്നെ തയ്ച്ചിടുന്നതായിരിക്കും നല്ലത്. ഈ നേവി ബ്ലൂ എന്നൊക്കെ പറയുമ്പോൾ കോമൺ കളർ ആയതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ അതിൻ്റെ ബ്ലൗസൊക്കെ കാണുമെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മൾ ആ ഉടുക്കുന്ന സാരിയുടെ സ്റ്റഫുമായിട്ട് മാച്ചാകുകയല്ല ചിലത് എടുത്താൽ. കോട്ടൺ ബ്ലൗസ് എടുത്തോളൂ, അപ്പോൾ സാരിക്ക് അങ്ങ് ഒരു എടുപ്പങ്ങ് കുറഞ്ഞു പോകും. അങ്ങനെ അപ്പോൾ നമ്മളൊരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് ലാഭിക്കാൻ വേണ്ടി അങ്ങനെ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമേ. ഇതൊന്നും കാണിച്ചല്ലേ, ഇതിപ്പോൾ എന്നാ കളറാ? അത് നോക്കി, അതും ഇത് ഒന്നാണോന്ന്. ചോക്ലേറ്റ് കളർ അല്ലേ? അത് സെയിം അല്ലേ? ഇങ്ങോട്ട് കാണിച്ച്. നമ്പർ മാറിപ്പോകുന്നു, അവർ അടുക്കി വെച്ചിരിക്കുക നമ്പർ. ഇത് ഈ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒക്കെ കളറാ. മെറൂണിൻ്റെ ഒരു ഷെയ്ഡ് ഇതല്ലല്ലോ അല്ലേ മുമ്പേ കാണിച്ചത്? അങ്ങനെ കുഴപ്പമില്ലെന്ന് പറയാം. എനിക്ക് കുഴപ്പമുണ്ട്. എന്താണ് അല്ല ബ്ലൗസ് ആർക്കാ കുഴപ്പമില്ലാത്ത? എന്നാന്നറിയോ ആണെ കുഴപ്പമില്ലെന്ന് പറയുന്നത്? എല്ലാത്തിനും നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ നോക്കി സാരി എടുത്ത് കൊടുത്താൽ പോരെ, അത്രേ ഉള്ളൂ. അതിനെ ഈ കുഴപ്പമില്ല എന്ന് പറയുന്നത്. ബ്ലാക്ക് കണ്ടു ബ്ലൗസ് എന്നാ കാണിക്കാനല്ലേ ബ്ലാക്കിൻ്റെ ഇതാ, അതാ പോയി കിടന്നു. അപ്പം
ഇതേ പിന്നെയും പർപ്പിളിൻ്റെ ലൈറ്റ് അല്ലേ? ഇത് റിപ്പീറ്റ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അല്ല, അത് വേറെ, അത് ശരിയാണ്, സംഭവിച്ചു. ഇതില്ലേ പർപ്പിളിൻ്റെ വേറൊരു ഷെയ്ഡാട്ടോ. ബീട്രൂട്ട് കളർന്ന് പറയാൻ പറ്റത്തില്ല, ഗ്രേപ്പ് കളർന്ന് പറയാനും പറ്റത്തില്ല. എന്നാൽ ഇതെല്ലാം ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇത്രയും എന്താണ് നല്ലതാണ് അങ്ങനെ പല കളറിൻ്റെ മിക്സ് വരുന്നത്. നമ്മളെപ്പോഴും കാണുന്ന കോമൺ കളേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടേ നല്ലൊരു കഥ. അപ്പം നമ്മൾ ആ സാരിയെ കൊടുത്തു പോകുമ്പോൾ നമുക്കൊരു വ്യത്യസ്ത ലുക്ക് കിട്ടും ഇല്ലേ? അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം ഏറ്റവും അടുത്ത ദിവസം തന്നെ കുർത്തിയുടെ ഓഫർ സെയിലുണ്ട് കേട്ടോ. ഡിസ്കൗണ്ട് സെയിൽ, ഓഫർ സെയിലല്ല, ഡിസ്കൗണ്ട് സെയിൽ. വളരെ 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 വലിയ ഹ്യൂജ് ഡിസ്കൗണ്ട് സെയിൽ. ഞങ്ങൾ ക്ലിയറൻസ് സെയിൽ എന്ന് പറയാം, അങ്ങനെ പറയാം. അടുത്ത ആഴ്ച കാണിക്കാവേ. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് സെറ്റ് ചുരിദാർ സെറ്റ് അതിനല്ലേ ഉദ്ദേശിച്ചേ? ചുരിദാർ സെറ്റ് കാണിക്കാം. അതിനാ അപ്പം അങ്ങനെ പറയാൻ കാര്യം. ചുരിദാർ സെറ്റിൻ്റെ ഓഫർ ഡിസ്കൗണ്ട് സെയിൽ. ശരിയാ മറന്നുപോയി കേട്ടോ, സോറി. കുർത്തിയുടെ മാത്രമല്ല, ചുരിദാർ സെറ്റിൻ്റെ ഡിസ്കൗണ്ട് സെയിൽ. അത് അതിഗംഭീര ഡിസ്കൗണ്ട് ആയിരിക്കും, സത്യമായിട്ടും പറയാം. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ പുതിയ ഷോപ്പ് തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യുക, ക്ലിയറൻസ് സെയിലാക്കി എല്ലാത്തിനെയും വേഗം തീർത്ത് പുതിയ ഇതുകൊണ്ട് പഴഞ്ചനടക്ക് സാധനമൊന്നും അല്ല ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞായിരുന്നേ. ഇച്ചിരി നാളായതേ ഉള്ളൂ. നമുക്ക് ഇച്ചിരി ഒരു കുറേ പുതിയ മോഡൽസ് ഇറങ്ങുമ്പോൾ ഇച്ചിരി പുറകോട്ട് പോയി കളർ ഓർണമെന്റ്സ് വന്നതും അങ്ങനത്തെ ഒക്കെ ഉള്ളത്. അപ്പോൾ വീണ്ടും പുതിയൊരു ഇത് എത്രാമത്തെ തവണയാണോ പറയുന്നത്? ബൈ ടാറ്റ.